നമുക്കിത് മനസ്സിലാകാത്ത ഇതൊക്കെ പറഞ്ഞ് നമ്മളെ സ്നാനപ്പെടുത്തുന്നെങ്കിലും ആ സ്നാനവാചകം വല്ലാതെ അങ്ങ് നീണ്ടുപോയി. സംഗതിയൊക്കെ കൊള്ളാം. സായിപ്പ് വളരെ ചുരുക്കമായിട്ടേ ചോദിക്കുള്ളൂ, വൈ ഡു യു വാണ്ട് ടു ബി ബാപ്റ്റൈസ്? നീ എന്തിനാണ് സ്നാനപ്പെടുന്നത്? അപ്പം നമ്മൾ പറയണം, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, എൻ്റെ പാപത്തിനായിട്ടൊക്കെ മരിച്ചു. ഇത് നമുക്കൊരു 3-4 ക്ലാസ്സും മുതിർന്നവരുടെ കുറേ ക്ലാസ്സും. മുഖം തൂക്കരുത്, പിന്നെ ഇയാൾ വന്ന് തൂക്കും നമ്മുടെ മുഖം. തല തോർത്തരുത്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചാന്നൊരു പിടിയില്ല. തല തോർത്തരുത്, ക്ലാസ്സും ഒക്കെ എടുത്ത് ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, എന്തിനാ അങ്ങനെ മുക്കുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെ മുക്കുന്നത് അല്ലെ അവർ നമ്മളെയും കൂടെ കൊണ്ട് മുങ്ങും. ഞാനിങ്ങനെ ഒരുത്തനെ പിടിച്ച് മുക്കാൻ പോയി കഴിഞ്ഞാൽ അവനും ഞാനും കൂടെ മുങ്ങേണ്ട ഗതിയോട് വരും. നമ്മുടെ ആരോഗ്യം നോക്കണമല്ലോ, ഇനി എന്നാ കൃപയാന്ന് പറഞ്ഞാലും. ഇപ്പം എന്നോടൊരാൾ പറഞ്ഞു, അങ്ങനെയല്ല, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നതിനോട് അക്ഷരികമായി നമ്മൾ ഏകീഭവിക്കണമെന്നുണ്ടെങ്കിൽ ശവം അടക്കുന്നതല്ല എങ്ങനെ മലർത്തി. അപ്പോൾ ഈ വെള്ളം ശവക്കുഴി, സ്നാപകൻ ശവം അടക്കുന്ന ആള്, മുങ്ങുന്നവൻ ശവം. പറഞ്ഞെല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ അടക്കിയാലേ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇതാകുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതൊക്കെ ശരിയാണെങ്കിലും ഇതേത് നാട്ടിലാണ് ഈ ശവക്കുഴിക്കകത്ത് ഇറങ്ങി നിന്ന് കുഴിച്ചിരുന്നത്? ശവക്കുഴിക്കകത്തേ ഇറങ്ങി നിന്നുള്ള ശവടക്കം അതെവിടാ? നിങ്ങളൊന്നും നന്നാകുകയല്ല ബ്രദറെ എന്ന് പറഞ്ഞു. പോട്ടെ, സ്നാനത്തിൻ്റെ അന്ന് ഈ വെള്ളത്തിൽ നിൽക്കുന്നവനോട് നമ്മളിങ്ങനെ ചോദിക്കുക, വെള്ളത്തിൻ്റെ തണുപ്പ്, നമ്മുടെ വൈബ്രേഷൻ, ഇതെല്ലാം കൂടെ കൂടി ഇവൻ ഇത് കേൾക്കുന്നില്ല. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ചോദിച്ചൊരിക്കൽ ഇത് നീണ്ടുപോയപ്പോൾ ഒരുത്തൻ ചോദിച്ചു, പിന്നെ ഒന്നേം തുടങ്ങേണ്ടി വന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉൾക്കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. മനസ്സിലായോ ദൈവമക്കൾക്ക്? പോട്ടെ, ഇപ്പോഴൊക്കെ നമ്മുടെ സ്നാനം ഓർത്ത് നമുക്ക് തന്നെ ചിരി വരുന്നു. പിന്നെ ഏതായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവിടെ വരെ വന്നല്ലോ, പോട്ടെ, സ്തോത്രം. അപ്പോഴേ അന്ന് യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷനായി, പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥമണയ്ക്കുന്നു. ഇതായിരുന്നു